ഹലോ, നമസ്കാരം. എന്താണ് ഈ 2025 പുതിയ മാറ്റമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. അതിലൂടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് പുതിയ പുസ്തകം പരിചയപ്പെടുത്താം. ദ ഹിഡൻ ജീനിയസ്. വളരെ പുതിയ പുസ്തകമാണ്. 2024 എഴുതിയ പുസ്തകമാണ്. പോളിന മാർച്ചിയോവ പോംപ്ലിയാനോ. വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇവർ. ഇവരുടെ ഒരു ജോബ് എന്ന് പറയുന്നത് തന്നെ ദ പ്രൊഫൈൽസ്, വിജയികളെ ആളുകളുടെ പ്രൊഫൈൽസ് മനസ്സിലാക്കുകയും അതിലൂടെ വിജയ കഥകൾ രചിക്കുകയും വിജയ കഥകളിലൂടെ എങ്ങനെയാണ് വിജയിക്കാൻ സാധിക്കുമെന്ന് ലോകത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പോംപ്ലിയാനോ ചെയ്യുന്നൊരു ജോലി എന്ന് പറയുന്നത്. വളരെ നല്ല പുസ്തകമാണ് ദ ഹിഡൻ ജീനിയസ്. ഇപ്പോൾ ഉദാഹരണം വിചാരിക്കുക, എല്ലാ ദിവസവും നമ്മൾ ഒരു മോർ സക്സസ്ഫുള്ളായ ആളുമായി വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങളിൽ ചായ കുടിക്കാൻ പോവുകയാണ്. അവിടെ സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ചില അഡ്വൈസുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് പുസ്തകമായി നാം എഴുതുന്നു എന്ന് വിചാരിക്കുക. അതാണ് ദ ഹിഡൻ ജീനിയസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പറയുന്നത്. എന്തുകൊണ്ട് വിജയികൾ വിജയിച്ചു? ഇഫ് യു ആർ വാക്കിംഗ് വിത്ത് എ സക്സസ്ഫുൾ പേഴ്സൺ, ഹൗ ഡു യു ഫീൽ? ആ ഒരു അനുഭവം തന്നെയാണ് പുസ്തകത്തിൽ പറയുന്നത്. വളരെ ഇമ്മൻസ്ലി റിച്ച് ആയിട്ടുള്ള പുസ്തകമാണ് ദ ഹിഡൻ ജീനിയസ്. ഓരോ വരികളും ഓരോ പേജുകളും നമുക്ക് ധാരാളം അനുഭവങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണ്. പിന്നെ ധാരാളം ആളുകളുടെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ലിങ്ക്ഡിൻ്റെ ഫൗണ്ടർ ഡേവിഡ് ഗോജിൻസ്, സ്റ്റീവ് ജോബ്സ്, ധാരാളം ആളുകളുടെ അനുഭവങ്ങൾ പുസ്തകം കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡേവിഡ് ഗോജിൻസിനെ കുറിച്ച് നാം നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകത്തിൽ വളരെ നന്നായി പരാമർശിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ പൊണ്ണത്തടിയനായി എല്ലാം നഷ്ടപ്പെട്ട് രോഗം ഉള്ളയാളായി എവിടെയും പരാജയപ്പെട്ട ഡേവിഡ് ഗോജിൻസ് എങ്ങനെയാണ് വീണ്ടും ആർമിയിലേക്ക് എത്തപ്പെടുന്നത്, ഒരു അൾട്രാ എൻഡ്യൂറൻസ് അത്ലറ്റായി മാറുന്നത്. അദ്ദേഹം എപ്പോഴും പറയും, തനിക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ആശയം. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, അക്കൗണ്ടബിലിറ്റി മിറർ. എൻ്റെ ജീവിതം ഞാൻ കണ്ണാടിയിൽ നോക്കിയ ശേഷം പറയുക, എനിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്. കാരണം വേറെ ആരുമല്ല നമ്മുടെ ജീവിതത്തിൽ മാറ്റം നിശ്ചയിക്കേണ്ടത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് പുസ്തകത്തിൽ വായിച്ചു മനസ്സിലായി. വേറെ ആളല്ല പറയേണ്ടത്, നമുക്ക് തന്നെ പറയാൻ സാധിക്കണം ഞാൻ മാറിയെന്ന്. അങ്ങനെ ഡെയിലി ഒരു അക്കൗണ്ടബിലിറ്റി മിറർ നമ്മിൽ തന്നെ കാണുവാൻ, നാം ഒന്ന് മാറിയെന്ന് നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ നമുക്ക് എന്ത് മാറ്റം ഉണ്ടായെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഡെയിലി മൈക്രോ ചലഞ്ച്. എല്ലാ ദിവസവും ചെറിയ ചെറിയ ചലഞ്ചുകൾ ഏറ്റെടുക്കുക. ചെറിയ പതിയെ നാം മുന്നേറുന്നെന്ന് ഉറപ്പാക്കുക. ഈ 1% ബെറ്റർ എന്ന ആശയം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കുറച്ചെങ്കിലും ഒരു പടിയെങ്കിലും ഞാൻ ഇന്നലത്തേക്ക് നന്നായി എന്ന് ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പുസ്തകത്തിനകത്ത് ഇപ്പോൾ ലിങ്ക്ഡിൻ ഫൗണ്ടർ ഹോഫ്മാനൊക്കെ പറയുന്ന റിലേഷൻഷിപ്സ് ടെക്നിക്കിനെ കുറിച്ചും റിലേഷൻഷിപ്പ് ഫോമുലയെല്ലാം പറയുന്നുണ്ട്. ട്രസ്റ്റ് ഇസ് ഈക്വൽ ടു കൺസിസ്റ്റൻസി പ്ലസ് ടൈം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്സിലൊക്കെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ, ഇത് ഓഫീസിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, ബന്ധങ്ങളിലായിരിക്കാം, ഇതൊക്കെ നിലനിർത്തണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻസി ആവശ്യമാണ്, സമയം ആവശ്യമാണ്. പെട്ടെന്ന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. ട്രസ്റ്റ് പെട്ടെന്ന് പോകുന്ന കാര്യമാണ്. പക്ഷെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ കുറേ നാൾ തുടർച്ചയായി നാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ ഒരേപോലത്തെ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെയാണ് നമുക്ക് വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ജീനിയസായ വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഹാബിറ്റുകൾ അത് തീർച്ചയായും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു സ്കില്ലിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇപ്പോൾ പല മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അല്ലെങ്കിൽ പല പബ്ലിക് സ്പീച്ചിങ്ങുകളും എല്ലാം സക്സസ്ഫുൾ ആകുന്നത് വെറുതെ എന്തെങ്കിലും ഫാക്ട്സോ ഫിഗേഴ്സോ പറയുന്നതിലൂടെയല്ല, എങ്ങനെ ഇതിനൊരു കഥ പോലെ അവതരിപ്പിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ധാരാളം വീഡിയോസ് ഉണ്ട്, ധാരാളം പരസ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ധാരാളം കോണ്ടന്റ് ഇൻഫോർമേഷൻ നമ്മുടെ മുന്നിൽ വന്നു വിടുന്നുണ്ട്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റണമെങ്കിൽ തീർച്ചയായും അതിനൊരു സ്റ്റോറി ടെല്ലിംഗ് മോഡലിലൂടെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഈ സ്റ്റോറി ടെല്ലിംഗ് നമുക്ക് തീർച്ചയായും പഠിക്കുവാൻ സാധിക്കും. ഈ പബ്ലിക് സ്പീച്ചിങ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നതൊന്നും ജനിക്കുമ്പോഴേ കിട്ടുന്നതല്ല. തമാശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. ഈ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് ഞാൻ കണ്ടൊരു വളരെ മനോഹരമായ ഒരു വാക്കാണ്, കോമ്പറ്റൻസ് ബ്രീഡ് കോൺഫിഡൻസ്. ഇപ്പം നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ കാരണം പലപ്പോഴും നമുക്ക് സ്കില്ലില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോമ്പറ്റൻസി ഇല്ല എന്നുള്ളതാണ്. ഇപ്പം എത്രമാത്രം കോമ്പറ്റൻസ് നമുക്ക് ഉണ്ടാകുന്നു അത്രമാത്രം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോൾ ജിമ്മിൽ സ്ഥിരമായി പോകുന്ന ആളുടെ ശരീരം പതിയെ മെച്ചപ്പെടുകയും ഓവർ പീരീഡ് ഓഫ് ടൈമിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കോൺഫിഡൻസ്, അല്ലെങ്കിൽ നടക്കാനുള്ള കോൺഫിഡൻസ്, ആളുകൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കൂടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ കോമ്പറ്റൻസ് ടെസ്റ്റ് ചെയ്യുക. എൻ്റെ കോമ്പറ്റൻസ് എത്രമാത്രം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഡേവിഡ് ഗോഗിൻസ് ബന്ധപ്പെട്ട് തന്നെ പറയുന്നൊരു കാര്യമാണ് സ്ട്രെസ് ടെസ്റ്റ്. ഇപ്പോൾ പലപ്പോഴും നേരത്തെയും അൺസ്ട്രെസ്ഡ് പുസ്തകമെല്ലാം പറഞ്ഞ കാര്യമാണ് സ്ട്രെസ്സ് മനുഷ്യനെ വല്ലാത്ത രോഗത്തിലേക്ക് നയിക്കുന്നതെന്ന്. ഈ സ്ട്രെസ്സിനെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. എനിക്ക് എത്രമാത്രം സ്ട്രെസ്സിന് എടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഡെയിലി മൈക്രോ സ്ട്രെസ് ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കണം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്ട്രെസ് ആണെങ്കിൽ ചെയ്ത് അതിനെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കണം. ഇനി പുസ്തകത്തിൽ കണ്ട വളരെ നല്ലൊരു കാര്യമാണ് ലവ് ഈസ് എ സ്കിൽ. പലപ്പോഴും നാം പറയും ലവ് എന്ന് പറയുന്നത് ഒരു ഇമോഷനാണെന്നെല്ലാം പറയും. പക്ഷെ ലവ് എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്ന ഒരു കഴിവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്കിൽ എന്ന് പറയുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന കാര്യമാണ്. പെട്ടെന്ന് ഒരാൾ സ്കിൽഡ് ആകുകയില്ല. അത് പ്രാക്ടീസിലൂടെ, എക്സ്പീരിയൻസിലൂടെയാണ്, അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നതിലൂടെയാണ് ഈ സ്കില്ലുണ്ടാകുന്നത്. അപ്പോൾ ഈ ലവ് എന്ന് പറയുന്നതും അതിനുവേണ്ടി നാം എഫേർട്ട് ഇടേണ്ടതാണ്, അത് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്സിൽ എങ്ങനെ ഒരാളെ നമുക്ക് സ്നേഹത്തോടെ കൊണ്ടുപോയി അല്ലെങ്കിൽ സ്നേഹത്തോടെ ജീവിതം നയിക്കാൻ സാധിക്കുമെന്നുള്ളതൊരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു റൂട്ടാണ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ലവ് ഒരു സ്കില്ലാണെന്നുള്ളത് നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളതും ഒപ്പം എങ്ങനെ ബന്ധങ്ങൾ നിലനിർത്തണമെന്നുള്ളതും നാം പഠിക്കേണ്ടത് വളരെ നല്ല ആവശ്യമുള്ളൊരു കാര്യമായിട്ട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ കാര്യമാണ് ഈ കോണ്ടന്റിനെ കുറിച്ച്. ഇപ്പോൾ കുറേയധികം കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതാണ് നമ്മൾ, വീഡിയോസ് ആയിട്ടും പുസ്തകങ്ങളായിട്ടും സോഷ്യൽ മീഡിയ ആയിട്ടുമെല്ലാം. അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് കോണ്ടന്റ് ഓഡിറ്റ് നടത്തുക, അതുപോലെ കോണ്ടന്റ് ഡയറ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ കോണ്ടന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പലപ്പോഴും വായിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്, ശരാശരി ഒരു ഇന്ത്യക്കാരൻ 3 മണിക്കൂറിലധികം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ എന്താണ് സ്പെൻഡ് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഓഡിറ്റ് നാം ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ കോണ്ടന്റ് ഡയറ്റ്, ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവരൊരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകളെ പഠിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ആളായി മാറുകയാണ്. അവർ ജീവിതത്തിൽ ഒരു ഘട്ടത്തെ തീരുമാനിക്കാൻ, ഇനി ഇന്ന സൈറ്റുകൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, ഇന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു കോണ്ടന്റ് ഡയറ്റ് ഇവർ പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെ ഫോക്കസ്ഡായി വിജയിക്കുവാൻ അവർക്ക് സാധിക്കുകയാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട, ഈ പുസ്തകത്തിൽ ധാരാളം ഇത്തരം ലൈഫ് ഹാക്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് ചോദിക്കുക, ഹൂ ആർ യു? നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ പേര് പറയും, ചിലപ്പോൾ നിങ്ങളുടെ വീട് പറയും, ഇന്നയാളുടെ മകളാണെന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുക എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ വേറൊരു കമ്പനിയുടെ പേരിലോ അല്ലെങ്കിൽ വേറൊരാളുടെ പേരിലോ ആണ് അറിയപ്പെടുന്നത്, അതെയോ നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിത്വം ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ട ആവശ്യമാണ്. ഇവർ വളരെ പ്രശസ്തമായ കമ്പനിയിൽ ജോലി ചെയ്തതാണ് പോംപിലിയാനോ. അപ്പം അന്ന് ചോദിച്ചപ്പോൾ പറയും ഇന്ന കമ്പനിയിൽ ഇന്ന ഡെസിഗ്നേഷനാണ് ജോലി ചെയ്തതെന്ന്. പിന്നീട് അവർ സ്വന്തമായി കോണ്ടന്റ് തയ്യാറാക്കിയും അങ്ങനെ കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റും കോണ്ടന്റ് ഡിസൈനറും കോണ്ടന്റ് ഡെവലപ്പറും സ്വന്തമായി ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുവാനും അവർക്ക് സാധിക്കാനിടയായി. രണ്ടാമതൊരു കാര്യം ഞാൻ ചോദിക്കാം, ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്, വാട്ട് സക്സസ് മീൻ ടു യു? വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്? അത് സന്തോഷമാണോ, ഫെയിമാണോ, അതോ ഫിനാൻഷ്യൽ ഫ്രീഡമാണോ? എന്താണ് നിങ്ങൾ തന്നെ വിലയിരുത്തുകയും അത് നേടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ദ ഹിഡൻ ജീനിയസ്. ജീവിതത്തിൽ ചില രഹസ്യങ്ങളുണ്ട്, തീർച്ചയായും മനസ്സിലാക്കണം. അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.